ജീവൻ രേഖയിലേക്ക് സ്വാഗതം. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടി വരുന്നൊരു സാഹചര്യം ആർത്തവത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആർത്തവ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് പോളിസിസ്റ്റിക് ഓവറിയാണ്. നമുക്കിന്ന് എന്താണ് ഈ പോളിസിസ്റ്റിക് ഓവറി എന്നും അതെങ്ങനെ ചികിത്സിക്കാം എന്നും ഡോക്ടർ വത്സലകുമാരിയോട് ചോദിക്കാം. ഡോക്ടർ വത്സലകുമാരി സൺറൈസ് ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റാണ്. ഡോക്ടർ, വെൽക്കം ടു ദ പ്രോഗ്രാം. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ആർത്തവ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നവർ വളരെയേറെ ആയിട്ടുണ്ട്. മേ ബി പണ്ടൊക്കെ അത്രയും അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണോ, ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണോ എന്നറിയത്തില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഒ പിയിൽ വരുന്ന അതായത് ഒരു 70% ആൾക്കാർക്കും 70 to 80% ആൾക്കാർക്കും ഈ മെൻസ്ട്രൽ പ്രോബ്ലംസ് ആണ് കണ്ടുവരുന്നത്. അതിൽ ഒരു കാരണമായിട്ട് കാണുന്നത് തന്നെ പോളിസിസ്റ്റിക് ഓവറിയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും കൂടുതലായിട്ട് പോളിസിസ്റ്റിക് ഓവറി വരാനുള്ള കാരണം? പ്രധാനമായിട്ട് ജീവിത രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് കാരണം. പഴയ കാലത്തെ പോലെ ശരീരാധ്വാനമുള്ള ജോലികൾ ഒരു വീട്ടമ്മയ്ക്കും ഇപ്പോൾ ചെയ്യണ്ട. എക്സസൈസ് കുറവാണ്. ഭക്ഷണ രീതിയിലും വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്ന സ്വഭാവമുണ്ട് ഇപ്പോൾ പലർക്കും. അതുകൊണ്ട് ഭക്ഷണം നിയന്ത്രിക്കുകയും വേണ്ടത്ര വ്യായാമം ഉണ്ടാവുകയും ചെയ്താൽ കുറേയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഓവറി. കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ തന്നെയും ഇപ്പോൾ ഒരു വയസ്സ് വന്ന ഒരു കുട്ടിക്ക് ചിലപ്പം വന്നതിന് ശേഷം ഇപ്പോൾ ഒക്കെ ഒരു 6-7 മാസം വരെ പീരീഡ്സ് വരാതിരിക്കുന്ന സാഹചര്യം വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴും സ്കാൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും പോളിസിസ്റ്റിക് ഓവറി ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ എന്ത് ചികിത്സയായിരിക്കും കൊടുക്കേണ്ടത്? ഈ പോളിസിസ്റ്റിക് ഓവറിയുടെ ചികിത്സ നമ്മൾ കണക്കാക്കുമ്പോൾ അത് 20 വയസ്സിന് താഴെയുള്ളവർ, 20നും 40നും വയസ്സിന് ഇടയിലുള്ളവർ അങ്ങനെ തിരിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പ്രധാനമായിട്ട് 20 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ആർത്തവ ക്രമക്കേടുകൾ ശരിയാക്കുന്നത് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അവർക്ക് ഫെർട്ടിലിറ്റി പ്രശ്നത്തിന് ചികിത്സയുടെ ആവശ്യം വരില്ല മിക്കവാറും. അപ്പം മെൻസസ് തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു വർഷം ക്രമക്കേടുകൾ നമ്മൾ കാര്യമാക്കുന്നില്ല. എന്ന് വെച്ചാൽ ഈ മെൻസസ് ക്രമമായി വരുന്നതിന് നമ്മുടെ പല എൻഡോക്രൈൻ ഓർഗനും ഒരു സൈക്ലിക്കലായിട്ട് വർക്ക് ചെയ്യണം. അതിന് ഏകദേശം ഒരു വർഷത്തോളം എടുക്കാം. അപ്പോൾ ആദ്യം ഒരു വർഷം ചിലപ്പോൾ ക്രമക്കേടുകൾ ഉണ്ടാവാം. അപ്പം അതിന് ചികിത്സിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ക്രമമായി വന്നതിന് ശേഷം വീണ്ടും ക്രമക്കേടുകൾ വരുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ കൂടെ കുട്ടികൾക്ക് സാധാരണ കാണാത്ത സ്ഥലങ്ങളിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക, തടി വയ്ക്കുക, ഭക്ഷണം നിയന്ത്രിച്ചാൽ പോലും തടി കൂടുക, പിന്നെ മെൻസസിൻ്റെ ക്രമക്കേടുകൾ, ഇത് വരുമ്പോഴാണ് നമുക്കൊരു സംശയം വരുന്നത് പോളിസിസ്റ്റിക് ഓവറിയാണെന്ന്. അതിൻ്റെ കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ യൂട്രസിൻ്റെയും ഓവറിയുടെയും ചെയ്യുന്നു. പിന്നെ രക്തപരിശോധനയുണ്ട്, ശരീര പരിശോധനയും കൊണ്ട് ഈ അസുഖമാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അവിടെ ചികിത്സാ ക്രമത്തിൽ മെൻസസ് റെഗുലറൈസ് ചെയ്യുന്നത് മാത്രം മതി എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ അത് പലതരത്തിൽ ചെയ്യാം. ഹോർമോൺ ചികിത്സ കൊണ്ടാകാം. ചില കുട്ടികളുടെ ക്രമമായ വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും മാത്രം കൊണ്ട് ശരിയാക്കാൻ പറ്റും. അല്ലാത്തവരിൽ ഹോർമോൺ ചികിത്സയാണ് കൊടുക്കുന്നത്. ഇപ്പം ഡോക്ടർ പറയുണ്ടായി മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ ആർത്തവത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമുള്ള കുട്ടികൾക്ക് ഈ ഹോർമോൺ ചികിത്സ കൊണ്ട്, അപ്പോൾ ഈ ഹോർമോൺ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു എല്ലാ 28 ദിവസം കൂടുമ്പോഴും പീരീഡ്സ് വരണം എന്ന് നിർബന്ധമില്ല എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പം ഒരു വർഷത്തിൽ ഏകദേശം എത്ര പ്രാവശ്യമെങ്കിലും പീരീഡ്സ് വരണം? ഒരു 5-6 പ്രാവശ്യം വന്നാലും മതി എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്നത്. ഇപ്പൊ കൂടുതൽ അഡ്വാൻസ് ചെയ്തിട്ട് 4 പ്രാവശ്യം വന്നാൽ മതി എന്നും കൂടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സ്ത്രീകൾക്ക്, കൂടുതൽ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യേണ്ട ആളുകൾക്ക് മെൻസസ് ഇങ്ങനെ ക്രമമായി വരുന്ന അവർക്ക് അത്ര സൗകര്യമല്ല അത്. അതേപോലെ തന്നെ അപ്പം ഈ ഹോർമോൺ ഗുളികൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ട ആവശ്യം വരാറുണ്ടോ, അല്ലെങ്കിൽ പീരീഡ്സ് അല്ലെങ്കിൽ മെൻസസ് വരുത്താൻ വേണ്ടി മാത്രം കഴിച്ചാൽ മതിയോ? ഒരു 45 ദിവസത്തിൽ കൂടുതൽ മെൻസസ് വരാതിരിക്കുകയാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാക്കുന്നത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഗർഭാശയത്തിൻ്റെ ആന്തരിക ലൈനിങ്ങിന് കനം വെച്ചിട്ട് പിന്നെ ഒരു ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ അത് കൂടുതലായിരിക്കും. അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുകയും വളർച്ച ഉണ്ടാവുകയൊക്കെ ചെയ്യാൻ കാരണമാകും. അതുകൊണ്ട് ഒരു 45 ദിവസം കഴിഞ്ഞിട്ടും മെൻസസ് വന്നിട്ടില്ലെങ്കിൽ ഹോർമോൺ ഗുളിക കൊടുത്തിട്ട് മെൻസസ് വരുത്തുന്നതാണ് നല്ലത് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക്. പക്ഷെ ഇങ്ങനെ ആർത്തവ പ്രശ്നത്തിന്റെ കൂടെ തന്നെ പലപ്പോഴും പലരും ഈ ആർത്തവ പ്രശ്നം അല്ലാതെ വരുന്നത് കോസ്മെറ്റിക് പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ്. അതായത് മുഖത്ത് ഭയങ്കരമായിട്ട് മൂക്കുരു ഉണ്ടാവുക, അപ്പർ ലിപ്പില് ഹെയർ ഗ്രോത്ത്, ചിന്നില് സൈഡ് ബേൺസ്, പിന്നെ കയ്യില് കാലിലൊക്കെ കൂടുതൽ രോമ വളർച്ച ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചികിത്സാ രീതിയായിരിക്കും അഡ്വൈസ് ചെയ്യുന്നത്?
ഈ രോമം നമുക്ക് എന്തെങ്കിലും ഒരു കോസ്മെറ്റിക് പ്രൊസീജിയർ കൊണ്ടേ മാറ്റാൻ പറ്റുള്ളൂ. മരുന്ന് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് തടയാൻ പറ്റും. ഓൾറെഡി ഉണ്ടായിട്ടുള്ള രോമത്തിന് കനം കുറയ്ക്കാൻ പറ്റും. അത്രയേ ഒക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് തന്നെ വേണം. അതുപോലെ മുഖക്കുരുവൊക്കെ കുറയും ചികിത്സ കൊണ്ട്. അപ്പൊ അങ്ങനത്തെ കുട്ടികളിൽ നമുക്ക് പോളിസിസ്റ്റിക് ഓവറി ആണെന്ന് ഉറപ്പായാൽ അതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു കുഴപ്പം ഇൻസുലിന് ശരിക്കും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഇൻസുലിൻ റിസപ്റ്ററുകളിൽ കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ആ റിസപ്റ്ററുകൾ ഇൻസുലിനെ സെൻസ് ചെയ്യുന്നില്ല എന്നാണ്. റിസപ്റ്റർ ഇൻസെൻസിറ്റിവിറ്റി വരുന്നു. അപ്പോൾ ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ, അത് മെറ്റ്ഫോമിൻ എന്നാണ് അതിൻ്റെ കെമിക്കൽ. അതുപയോഗിച്ച് ചികിത്സിക്കുന്നത് ഈ മുഖക്കുരു കുറയാനും അതുപോലെ രോമ വളർച്ച കൂടുതൽ ഉണ്ടാകാതിരിക്കാനും സഹായിക്കും. പിന്നെ രോമ വളർച്ചയാണ് ഏറ്റവും പ്രധാന പ്രശ്നമെങ്കിൽ വേറെ മരുന്നുകളുണ്ട്. അപ്പം രോമം ഓൾറെഡി വന്നു പോയ രോമത്തിന് നമുക്ക് കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്, അതായത് ലേസർ ഒക്കെ ചെയ്ത് കളയാൻ പറ്റും. ഫർദർ ആയിട്ട് വരുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് മതി എന്നുള്ളതാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇപ്പം ചെറുപ്പത്തിലേ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യായിരിക്കും എന്തുകൊണ്ടും അവർക്ക് ഭാവിയിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഏറ്റവും ബെസ്റ്റ്. അപ്പം ഈ ഒരു പ്രായം കഴിഞ്ഞ് ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ പോളിസിസ്റ്റിക് ഓവറി കൊണ്ട് വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വന്ധ്യതയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഏകദേശം ഒരു 40% സ്ത്രീകൾ വന്ധ്യതയ്ക്ക് ചികിത്സിക്കാൻ വരുന്നവരിൽ 40% കാരണം കണ്ടുപിടിക്കുമ്പോൾ പോളിസിസ്റ്റിക് ഓവറി ആണെന്ന് മനസ്സിലാവും. പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് എന്തുകൊണ്ടാണ് വന്ധ്യത വരാനുള്ള കാരണം? അവരിൽ അണ്ടവിസർജനം ക്രമമായിട്ട് നടക്കുന്നില്ല. സാധാരണ 28 ദിവസത്തിലൊരിക്കൽ മെൻസസ് വരണമെങ്കിൽ 14ാമത്തെ ദിവസം അണ്ടവിസർജനം നടന്നിരിക്കുമെന്നാണ്. ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ള ആളുകളിൽ ഓവുലേഷൻ അഥവാ അണ്ടവിസർജനം ക്രമമായിട്ട് ഉണ്ടാകുന്നില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാകും. അതിന് പ്രധാന കാരണം ഈ എഗ്ഗ് ഇരിക്കുന്നത് ഫോളിക്കിളുകളിലാണ്. ഈ ഫോളിക്കിളിന്റെ വളർച്ച ഒരു 18 മില്ലിമീറ്റർ കഴിഞ്ഞാലേ അത് ഓവുലേഷൻ സംഭവിക്കുള്ളൂ. ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ള ആളുകളിൽ അതിന്റെ വളർച്ച ഒരു 10 മില്ലിമീറ്ററിൽ താഴെ വരെ വരുന്നു. കുറേ എണ്ണം അങ്ങനെ വളർച്ച മുരടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒന്നും ഒരു പൂർണ്ണ വളർച്ച എത്തി ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇൻഫെർട്ടിലിറ്റി വരുന്നു. ഈ ഒരു പേഷ്യൻസിന് ഇപ്പം പ്രഗ്നൻസി ആവണം അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി വരുന്ന ആൾക്കാർക്ക് എന്ത് ചികിത്സാ രീതിയായിരിക്കും അഡ്വൈസ് ചെയ്യുന്നത്? നേരത്തെ ഡോക്ടർ പറയുണ്ടായി മെറ്റ്ഫോമിൻ കൊടുത്താൽ കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിൽ മെറ്റ്ഫോമിന്റെ കൂടെ വേറെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരാറുണ്ടോ? ചില ആളുകളിൽ നമ്മൾ ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന മരുന്നുകൾ ക്ലോമിഫിൻ സിട്രേറ്റ് എന്ന് പറയുന്ന മരുന്നാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ക്ലോമിഫിൻ വിത്ത് മെറ്റ്ഫോമിൻ രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കുമ്പോൾ ചില പേഷ്യൻസിന് ഇപ്പം ക്ലോമിഫിൻ കൊടുത്താലും റെസ്പോൺസ് കാണാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ഫർദർ ആയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് അഡ്വൈസ് ചെയ്യാറുണ്ടോ? ഇവരിൽ നമ്മൾ ഹോർമോൺ സ്റ്റഡികൾ ചെയ്യണം. ചില കേസിൽ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായിരിക്കും. അപ്പോൾ അത് കുറയ്ക്കാനുള്ള മരുന്നുകളും കൂടെ അതിൻ്റെ കൂടെ ചേർത്താൽ ശരിയാകുന്നുണ്ട് ചില. പിന്നെ ഒരു 6 പ്രാവശ്യമൊക്കെ നമ്മൾ മരുന്ന് കൊണ്ട് ചികിത്സിച്ചിട്ട് ശരിയാകുന്നില്ല എന്ന് കണ്ടാൽ വന്ധ്യതയുടെ ചികിത്സയ്ക്കായിട്ട് നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുകയും ഈ പോളിസിസ്റ്റിക് ഓവറിയിലെ കുറേ സിസ്റ്റുകൾ കുറച്ച് സിസ്റ്റെങ്കിലും പൊട്ടിച്ചു കളയുകയും ചെയ്താൽ നല്ലതായിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവരിൽ ബാക്കി പറയുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ വന്ധ്യത കൂടാതെ തന്നെ അവർക്ക് ലോങ് ടേം പ്രോബ്ലംസ് കൂടുതലായിട്ട് വരാറുണ്ട്. അതായത് സാധാരണക്കാരെക്കാളും ഈ ഗർഭപാത്രത്തിനുള്ള ക്യാൻസർ 6 മടങ്ങ് വരെ കൂടുതൽ കാണാറുണ്ടെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള സാധ്യത കൂടുതൽ? ഗർഭാശയത്തിന്റെ ആന്തരിക ലൈനിങ് ഷെഡ് ചെയ്ത് പോകണം മെൻസസിൽ. അത് സംഭവിക്കാതിരിക്കുമ്പോൾ അതിന് കനം വെച്ച് വരും. പിന്നെ ഇവരിൽ ഹോർമോണിന്റെ ചേഞ്ചസും ഇതെല്ലാം കൂടി ആണ് എൻഡോമെട്രിയൽ ക്യാൻസറിന്റെ ചാൻസ് കൂടുന്നത്. അതല്ലാതെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാവുന്നത്? കാരണം നമ്മളിപ്പോൾ ഈ കുട്ടികളോട് ഉപദേശിക്കുമ്പോൾ തന്നെ പറയും നിങ്ങൾ ഇപ്പം ശ്രദ്ധിച്ചാലേ ഭാവിയിലുള്ള പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പോളിസിസ്റ്റിക് ഓവറി എന്ന അസുഖമുള്ളവർക്ക് ഒരു 35 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അവർ ശരിയായ ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യും. ഇവർ തന്നെ ഗർഭിണിയായി കഴിഞ്ഞാൽ ഒരു 5 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഗർഭാവസ്ഥയിൽ വരുന്ന ഡയബറ്റീസ് വരും. അത് പ്രസവം കഴിഞ്ഞാൽ മാറുമെങ്കിലും ഒരു കുറച്ച് ശതമാനം ആളുകളെങ്കിലും പിന്നീട് ഡയബറ്റീസ് ഉള്ളവരായി മാറുന്നുണ്ട്. ഈ ആളുകളിൽ കുട്ടികൾക്കും അമ്മയ്ക്ക് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ സൈസ് വല്ലാതെ കൂടിയിട്ട് പ്രസവ സമയത്ത് നോർമലായിട്ടുള്ള പ്രസവം സാധിക്കാതെ വരികയൊക്കെ സംഭവിക്കാം.
അപ്പൊ അത് എനിക്കൊന്നു ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവരിൽ പ്രഗ്നൻസിക്ക് തന്നെ കുറച്ച് കോംപ്ലിക്കേഷൻസ് മറ്റുള്ളവരെക്കാളും കൂടുതലാണ്. ഇങ്ങനെയുള്ളവർക്ക് അബോർഷൻ സാധ്യത കൂടുതലാണ്. ആദ്യത്തെ 3 മാസം എടുത്ത അബോർഷനാണ് കൂടുതൽ വരുന്നത്.